വേദപ്രയാഗ് മീഡിയയിലേക്ക് സുസ്വാഗതം. കേരളത്തിലെ ഏറ്റവും പുരാതന ക്ഷേത്രങ്ങളുടെ പട്ടിക എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതെല്ലാം ദേവീക്ഷേത്രങ്ങളാണ്. അതല്ല എങ്കിൽ ദേവിയും ദേവനും കൂടി, മഹാദേവനും കൂടി ഇരിക്കുന്ന ചൈതന്യ ക്ഷേത്രങ്ങളാണ് ഏറ്റവും പഴക്കമുള്ള ക്ഷേത്രങ്ങളുടെ കൂട്ടത്തിലുള്ളതെല്ലാം. എന്നാൽ ഈ ദേവീഭാവങ്ങൾ ഏതൊക്കെയാണ് എന്ന് വളരെ വേദനയോടുകൂടി പറയേണ്ട ഒരു കാര്യമാണ്. ഇവിടുത്തെ പല തന്ത്രിമാർക്ക് പോലും ഇതിനെ തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയാണ് നിലവിൽ കേരളത്തിലുള്ളത്. പ്രത്യേകിച്ച് കേരളത്തിലാണ് ആ ഒരു അണുക്കളുടെ പ്രസരണം ഏറ്റവും കൂടുതൽ നടക്കുന്നത്. 3327 ദേവീഭാവങ്ങൾ കേരളത്തിൽ ഉണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതറിയുന്ന ആ ഭാവങ്ങളെയെല്ലാം തിരിച്ചറിയുന്ന തന്ത്രിമാർ എത്രയെണ്ണം ഉണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് 32 എണ്ണം ഉണ്ടാവുമോ എന്നുള്ള കാര്യം വരെ സംശയമാണ്. അത് 3ലേക്ക് ചുരുങ്ങിയാലും അത്ഭുതപ്പെടാനില്ല. അതേപോലെ തന്നെ അകത്തിരിക്കുന്ന ദേവിയുടെ ഭാവം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉത്തരമില്ലാത്ത പല ക്ഷേത്രങ്ങളും ഇന്ന് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഏറ്റവും വലിയ ക്ഷേത്രങ്ങളുടെ പട്ടികയിൽ വരെയുണ്ട്. ഉദാഹരണത്തിന് വളരെ ചെറിയൊരു ഉദാഹരണം പറയാം. ഗുരുവായൂർ അമ്പലത്തിലെ ദേവിയുടെ ഭാവം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗുരുവായൂർ ക്ഷേത്രത്തിൽ തൊഴാനെത്തുന്ന ഭക്തജനങ്ങളിൽ 99.9% ആളുകൾക്കും അറിയില്ല എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് തന്നെ ദേവിയുടെ ഭദ്രാഭാവം ഏതാണ്, കാളിഭാവം ഏതാണ്, ഇത് എങ്ങനെയാണ് നമുക്ക് തിരിച്ചറിയാൻ കഴിയുക എന്നുള്ള കാര്യമാണ്. ഭക്തജനങ്ങൾ വളരെ സിമ്പിളായിട്ട് ഇത് തിരിച്ചറിയുക. വൈഷ്ണവ ഭാവത്തിലുള്ള ദേവീഭാവമാണ് ഭദ്രയെന്നും അതേപോലെ ശൈവ ഭാവത്തിലുള്ള ദേവീഭാവമാണ് കാളി എന്നും തിരിച്ചറിയുക. കാളിയിൽ തന്നെ ഒരുപാട് കാളികളുണ്ട്. ആ കാളിഭാവമെല്ലാം ശൈവഭാവത്തിലുള്ളതാണ്. എന്നാൽ ദേവിയുടെ മറ്റൊരു രൂപമായിട്ടുള്ള പ്രധാന ഭാവമായിട്ടുള്ള വൈഷ്ണവ ഭാവത്തിലുള്ള ഭാവത്തെയാണ് നമ്മൾ ഭദ്ര എന്ന് പറയുന്നത്. ഇത് ഭക്തജനങ്ങൾ ഉപാസകരെല്ലാവരും വളരെ പ്രത്യേകിച്ച് തിരിച്ചറിഞ്ഞ് പ്രാർത്ഥിക്കുക. എല്ലാവർക്കും ഭഗവാൻ അനുഗ്രഹം തരട്ടെ.